ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. IMS ധ്യാനഭവനത്തിൽ നിന്നും സ്നേഹാശംസകൾ നിങ്ങൾക്ക് നേരുന്നു. എത്ര കടുപ്പമുള്ള മരത്തിലും തുളച്ചു കയറുവാനുള്ള കഴിവ് വണ്ടിനുണ്ട്. എന്നാൽ അത് കൂമ്പിയ താമരപ്പൂവിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ഉള്ളിൽ തന്നെ ഇരുന്ന് ജീവൻ ഒടുക്കുകയാണ് പതിവ്. താമര ഇതളുകളുടെ മാർദ്ദവും സുഖശീതളാവസ്ഥയും ആവോളം ആസ്വദിക്കുന്ന വണ്ട് സുഖത്തിൽ ആണ്ടുപോകുന്നു. ആനന്ദദായകമായ ആ അവസ്ഥ ഭേദിച്ച് പുറത്തു കടക്കാൻ വണ്ട് ശ്രമിക്കാറില്ല. ഫലമോ പൂവിനുള്ളിലെ സമൃദ്ധി ആ വണ്ടിൻ്റെ വിനാശനത്തിന് ഹേതുവായിത്തീരുന്നു. ഭൗതിക സമൃദ്ധികളെയും നേട്ടങ്ങളെയും അനുഗ്രഹവും മഹത്വവുമായിട്ടാണ് നാം സാധാരണ സങ്കല്പിക്കാറുള്ളത്. എന്നാൽ ഐഹിക സുഭിക്ഷതകളെല്ലാം എപ്പോഴും നന്മകൾ ആകണമെന്നില്ല. താമരപ്പൂവിൽ അകപ്പെട്ട വണ്ടിൻ്റെ അവസ്ഥ ചിലപ്പോൾ മനുഷ്യർക്കും വന്ന് അനുഭവപ്പെടും. തന്നെയും സ്വധർമ്മവും വിസ്മരിച്ച് മനുഷ്യൻ പലപ്പോഴും നാശത്തിലേക്ക് ചരിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. സമ്പൽ സമൃദ്ധിയുടെ ആലസ്യത്തിലും ഐഹിക നേട്ടങ്ങളുടെ ലഹരിയിലുമാണ് ഇത് സംഭവിക്കുന്നത്. പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നു. സുഭാഷിതങ്ങൾ 30:8-9 ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുത്. ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആര് എന്ന് ചോദിക്കുകയും ചെയ്യും. നിത്യരക്ഷയിലേക്കോ നിത്യനാശത്തിലേക്കോ തിരിയാവുന്ന ഒരു വഴിവക്കിലാണ് മനുഷ്യജീവിതം. ഈ കാലയളവിൽ കർത്താവിനെ കണ്ടെത്തുവാനും കർത്തൃസന്നിധിയിൽ എത്തുവാനും നമ്മെ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അവസ്ഥകളും അനുഭവങ്ങളും എന്തൊക്കെയാണോ അവയാണ് യഥാർത്ഥ അനുഗ്രഹങ്ങൾ. ഇവയെല്ലാം മാനവദൃഷ്ടിയിൽ ശരിയാകണമെന്നില്ല. തിരുലിഖിതങ്ങൾ അനുസ്മരിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ആശ്രയബോധത്തോടെ ലോകോന്മുഖമായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഐശ്വര്യങ്ങളും നിരീശ്വരത്വത്തിലേക്ക് നയിക്കുന്ന വൈഭവങ്ങളും ഭൗതിക വിജ്ഞാനവും നന്മയാകുന്നത് എങ്ങനെയാണ്? ആത്മരക്ഷയ്ക്ക് തടസ്സമായി വരുന്ന നേട്ടങ്ങളൊന്നും അനുഗ്രഹമല്ല. ദൈവസ്വരത്തിനായി കാതോർക്കുകയും ദൈവോന്മുഖമായി ജീവിക്കുവാനും കാരണമാകുന്ന ദുരിതങ്ങളും രോഗങ്ങളും അനുഗ്രഹങ്ങൾ തന്നെയാണ്. സങ്കീർത്തകൻ വെളിപ്പെടുത്തുന്നു, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. സങ്കീർത്തനം 118:5 ലോഹക്കൂട്ട് മൂശയിൽ ഒഴിച്ചുരുക്കി അതിൽ നിന്ന് പരിശുദ്ധമായ സ്വർണത്തെ സ്വർണ്ണപ്പണിക്കാരൻ തരം തിരിക്കുന്നത് പോലെ ആത്മജ്ഞാനത്തിലും നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുന്ന യഥാർത്ഥ അനുഗ്രഹങ്ങളെ അനുദിന ജീവിതാനുഭവത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. സങ്കീർത്തനെ പോലെ നമുക്കും ഏറ്റുപറയാം, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അങ്ങേക്ക് നന്ദി പറയും. കർത്താവ് ഈ സമയത്ത് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരം താങ്ങായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. IMS അമ്മ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ആമേൻ.